എന്റെ വീട്ടുകാരെ മാത്രം കാണിച്ചു, കണ്ണന്റെ വീട്ടുകാരെ ആരെയും കാണിച്ചില്ലാന്ന് ഇനി മേലിൽ ആരും പറയരുത്. ഇന്നത്തെ വീഡിയോയിൽ കണ്ണന്റെ ഫാമിലി ഉണ്ട് കേട്ടോ. ഞാൻ ഇട്ടേക്കുന്ന ഈ ടോപ്പും പാന്റും ഉൾപ്പെടെ വെറും 338 രൂപയുള്ളൂ. വേണമെങ്കിൽ ലിങ്ക് മുകളിൽ കൊടുത്തേക്കാം. നല്ല അടിപൊളി ചുരിദാറാണ് കേട്ടോ. ഇന്ന് ഞങ്ങൾ എല്ലാവരും കൂടി വൈകുന്നേരം ആയപ്പോൾ വിദ്യയിലുള്ള അമ്മ വീട്ടിലേക്ക് പോയായിരുന്നേ. അവിടെ ചെന്നുടനെ ചീതൂട്ടിക്ക് ദോശ ഇടാനായിട്ട് ഞാൻ ദോശക്കല്ലൊക്കെ എടുത്ത് വെച്ചിട്ട് ദോശമാവ് കോരി അങ്ങനെ ഒഴിക്കുവാണേ. കുഞ്ഞു ദോശ എങ്കിലും ചുട്ടുകൊടുത്ത കൊച്ചു കഴിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ ഒരു പരീക്ഷണം നടത്തിയത് കേട്ടോ. അതിനിടയ്ക്ക് ചീതൂട്ടി വന്ന് ഒക്കത്ത് കയറി ദോശ മറിച്ചിടാനും പറ്റില്ല, എന്റെ കൈയും പൊള്ളി കേട്ടോ. ചീതൂട്ടി നൈസായിട്ട് ദോശ എടുത്ത് കാട്ടിക്കളഞ്ഞെങ്കിലും അമ്മ ഒരു ചൂട് കട്ടൻ ചായ ഇട്ടുന്നിട്ടുണ്ട്. അതും കുടിച്ചുകൊണ്ട് ഞങ്ങൾ നേരെ ചായം ശ്രീ ഭദ്രകാളി ക്ഷേത്രത്തിൽ പോയി കേട്ടോ. അവിടെ ഉത്സവം നടക്കുവാണേ. ഈ നിൽക്കുന്നവരെല്ലാം ഇവിടെ തൂക്കം നേർച്ചയ്ക്ക് ഉള്ളവരാണ്. അതുകൂടാതെ തന്നെ നമ്മുടെ ബന്ധുക്കളാണ് കേട്ടോ എല്ലാവരും. നാളെ ഇവിടെ ക്ഷേത്രത്തിൽ പൊങ്കാലയും മറ്റന്നാൾ ഘോഷയാത്രയാണ്. ഇനി അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് ആയൂരുള്ള വീട്ടിലേക്ക് പോകത്തുള്ളൂ. ശീതൂട്ടി ഇവിടെ അമ്പലത്തിലെ പാട്ടും മേളവും എല്ലാം കേട്ടിട്ട് ദേണ്ട ഇവിടെ തുള്ളിച്ചാടി പാറി പറന്ന് ചിത്രചലവത്തിന് പോലെ നടപ്പുണ്ടേ. കൂടെ മോനും ഉണ്ട് കേട്ടോ. അമ്പലത്തിലെ പാട്ടും മേളം ലൈറ്റും ഒക്കെ ഇട്ടേക്കുന്നതുകൊണ്ട് തന്നെ ശീതൂട്ടി വന്ന് പിടിച്ചു നിർത്തുന്ന കാര്യം ഭയങ്കര ബുദ്ധിമുട്ടാണ്. അവളിങ്ങനെ ഓടി നടന്നുകൊണ്ടേയിരിക്കുവായിരുന്നു കേട്ടോ. ഞാൻ വീഡിയോ എടുത്തുകൊണ്ട് നടന്നപ്പോഴാണ് ദേണ്ട ഓർക്കാപ്പുറത്ത് എന്റെ ഫ്രെയിമിൽ എനിക്കറിയാന്നുള്ള കുറച്ച് ആൾക്കാരുടെ മുഖം. ഇതിൽ ചുമന്ന സാരി എടുത്തേക്കുന്നത് കണ്ണന്റെ ചേച്ചിയാണ്, ജയ എന്നാണ് പേര് കേട്ടോ. മറ്റു രണ്ടുപേരും ചേച്ചിയുടെ മക്കളാണ്. തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് കണ്ണന്റെ വീടിന്റെ അടുത്തുള്ള ഒരു ടീച്ചറാണ്. ഇനി കണ്ണന്റെ വീട്ടുകാരെ എന്താ കാണിക്കാത്ത ചേച്ചി എന്നുള്ള കമന്റ് ഞാൻ ഇവിടെ നിരോധിച്ചിരിക്കുന്നത്. ദേണ്ട ഇതാണ് കണ്ണന്റെ വീട്ടുകാർ കേട്ടോ. ഞങ്ങൾ എത്ര ദൂരത്ത് ഏത് നാട്ടിലാണെങ്കിലും കറക്റ്റ് ചായം ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുമ്പോൾ ഞങ്ങൾ ഇവിടെ പറന്നെത്താറുണ്ടേ. വീഡിയോ എടുക്കുന്നതിനിടയ്ക്ക് ഈ കിളി പോയാണൊക്കെ ചിരിച്ചോണ്ടിരിക്കുന്നത് എന്താന്ന് വെച്ചാൽ നമ്മൾ അറിയാനുള്ള ആൾക്കാരെല്ലാം ഈ ഫ്രണ്ടേ പോവാണ്. അവരെ നോക്കി ചിരിക്കുന്നതാണ് ഞാൻ. പണ്ടൊക്കെ ഉത്സവങ്ങളില് പ്രധാനമായിരുന്നു ദേണ്ട ഈ കിടക്കുന്ന പൊരിയും കപ്പലണ്ടിയും കടലയും എല്ലാം. ഈ നിൽക്കുന്നത് അമ്മയുടെ കൂട്ടുകാരിയാണ്. കയ്യിൽ കെട്ടിക്കുന്നത് എന്താന്ന് വെച്ചാൽ കാവടി നിറച്ചൊക്കെയുള്ള കാപ്പ് കെട്ടിക്കുന്നതാണ് കേട്ടോ. ശീതൂട്ടി ഇപ്പുറത്ത് നിന്ന് ഐസ്ക്രീം തട്ടുന്നു. അമ്മ ദേണ്ട തൊട്ട് അപ്പുറത്ത് നിന്നിട്ട് കുറച്ച് മുല്ലപ്പൂ മേടിക്കുകയാണ്. നാളെ പൊങ്കാലയ്ക്ക് വെച്ചുകൊണ്ടാൻ വേണ്ടിട്ട് തലയില്. ഉത്സവം കാണാൻ പോയി കഴിഞ്ഞാല് ഐസ്ക്രീം ഇല്ലാതെ പിന്നെ എന്ത് ഉത്സവം അല്ലേ. അതുകൊണ്ട് ഞങ്ങൾ എല്ലാവരും ഓരോ ഐസ്ക്രീം മേടിച്ചങ്ങ് തട്ടിയിട്ടുണ്ടേ. ഇവിടെ ഒരാള് 18ാമത്തെ അടവ് മടക്കി കയ്യിൽ വെച്ചിട്ട് ദേണ്ട അടുത്ത് 28ാമത്തെ അടവും കൊണ്ട് പോകുന്നുണ്ട്. നേരെ പോകുന്നത് ടോയ്സിന്റെ കടയിലാണ്. ആ വണ്ടി അങ്ങോട്ടേ പോകണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയായിരുന്നു. ഈ ഉത്സവ പറമ്പിലെല്ലാം ടോയ്സ് കടകൾ എങ്ങനെ നിർത്തലാക്കാം എന്നാണ് ഞാൻ ഇപ്പൊ മനസ്സിലാലോചിച്ചോണ്ടിരിക്കുന്നത് കേട്ടോ. വാങ്ങി എന്റെ വീട് ഇപ്പോൾ ഒരു ടോയ്സ് കടയായിട്ട് മാറിയിട്ടുണ്ട്. ഈ നിൽക്കുന്നത് സഞ്ജനയും അശ്വജിത്തുമാണ്. നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. നമ്മുടെ കുഞ്ഞുട്ടിക്ക് ടോയ്സ് ഒക്കെ മേടിച്ച് കൊടുത്തായിരുന്നു കേട്ടോ അവര്. ചീതൂട്ടിന് ശിവന് പഠിക്കാനുള്ള പരിപാടിയാണെന്ന് അറിയാൻ വയ്യ. അതിന്റെ കഴുത്തിൽ പാമ്പ് ചുറ്റിക്കൊണ്ടിരിപ്പുണ്ടേ. ഉത്സവം കണ്ട് നടന്ന് ക്ഷീണിച്ച സ്ഥിതിക്ക് ഇനി ഒരു ഗ്ലാസ് ചായ കുടിക്കാന്ന് വിചാരിച്ചു. ചായയും കുടിച്ചിട്ട് തിരിഞ്ഞു നോക്കിയപ്പോ ദാണ്ട്രായിരിക്കുന്ന പാനിപൂരി. അവിടെ ചെന്നപ്പോ ഏത് മേടിക്കണം എന്നുള്ള ടെൻഷൻ ആയിരുന്നു കേട്ടോ കഴിക്കാൻ. പാനിപൂരിയും ബേൽപൂരിയും ദേണ്ട ചോളം പുഴുങ്ങിയതും ചുട്ടതും എന്ന് വേണ്ട സകലമാന സാധനങ്ങളും ഉണ്ടായിരുന്നു. അവസാനം ഞാനൊരു പാനിപൂരി മേടിച്ചേ. അങ്ങനെ ഒരു സൈഡിലിരുന്ന് പാനിപൂരിയും തട്ടിക്കൊണ്ടിരുന്നപ്പോഴാണ് ദേണ്ട ഒരു ചിരിക്കുടുക്ക നമ്മുടെ അടുത്തേക്ക് ഓടി വന്നിട്ടുണ്ട്. ഋതു എന്നാണ് പേര് കേട്ടോ. നല്ല ഒരു പഞ്ചാര കട്ടി മോള് എനിക്ക് നല്ല ചക്കര ഉമ്മയൊക്കെ തന്നിട്ടാണ് അവള് പോയത് കേട്ടോ. നമ്മുടെ സബ്സ്ക്രൈബർ ആണ്. ഇന്ന് ഗാനമേളയൊക്കെ ഉണ്ടായിരുന്നു. കാണണമെന്ന് വിചാരിച്ചോണ്ട് പോണെങ്കിൽ ചീതൂട്ടി കരഞ്ഞ് ആകെ അലമ്പാക്കിയുണ്ട്. എന്നാ പിന്നെ പതുക്കെ അങ്ങോട്ട് വീട്ടിലോട്ട് പോകാന്ന് വിചാരിച്ചേ. നടന്നു പോകുന്നതിനിടയ്ക്ക് അച്ഛൻ ഞങ്ങളെ വിളിക്കാൻ വേണ്ടി വന്നിരുന്നു. ദേണ്ട ഗാനമേളയുടെ പാട്ട് കേട്ടിട്ട് അച്ഛനും മക്കളും എല്ലാവരും കൂടെ കിടന്ന് തുള്ളി മറിയുവാണേ. അപ്പൊ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ, സീ യു.